ഹലോ! ഇന്നിതുപോലെ സ്കാൻ ചെയ്താൽ പാട്ട് വരുന്നൊരു കാർഡ് നോക്കാം. ഇതിനെ സ്പോട്ടിഫൈ കാർഡ് എന്നാണ് പറയുന്നത്. വേടിക്കാനൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ വേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പാട്ട് വഴി നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഈ കാർഡ് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരാളെ പ്രൊപ്പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് സോങ് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെങ്കിൽ നിങ്ങളുടേതായ ഒരു പാട്ട് കാണുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് കാണുമല്ലോ, അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കാർഡാണ് ഉണ്ടാക്കുന്നത്. അതായത് വിഷമിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ടിനെ ചിയറപ്പ് ചെയ്യാനുള്ള ഒരു കാർഡ്. അതുകൊണ്ടാണ് ടിഷ്യൂ ബോക്സും പിന്നെ അതനുസരിച്ചുള്ള വേർഡിങ്സും എഴുതി കൊടുത്തത്. ഇനിയാണ് കാർഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അതിനു മുന്നേ സ്പോട്ടിഫൈ ആപ്പ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒരു ജസ്റ്റ് ഒന്ന് പറയാം. യൂട്യൂബ് ഒക്കെ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. പല ലാംഗ്വേജസിലുള്ള പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ. നമ്മുടെ ഫോണിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ മലയാളം സോങ്സും എല്ലാം ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ, പക്ഷെ അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി കാർഡിൻ്റെ ബാക്കി നോക്കാം. സ്പോട്ടിഫൈ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്യണം. ആ പാട്ടിൻ്റെ ടോപ്പ് കോർണറിലായിട്ട് 3 ഡോട്ട്സ് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരും. അതിലെ ലാസ്റ്റ് ഓപ്ഷനായ ഷോ സ്പോട്ടിഫൈ കോഡ് സെലക്ട് ചെയ്യണം. അപ്പം നമുക്കൊരു ബാർകോഡ് കിട്ടും. ബാർകോഡ് കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാനുള്ള ട്രിക്ക് എന്താന്ന് പറഞ്ഞാൽ, ആ ബാർകോഡിൻ്റെ മുകളിലത്തെയും താഴത്തെയും പൊസിഷൻ മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ ബാർകോഡ് കറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കോഡ് സ്കാൻ ആവില്ല. പിന്നെ ഈ സ്പോട്ടിഫൈയുടെ ലോഗോയും നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പൊസിഷനിൽ നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കണം. സ്കെച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പേനയാണെങ്കിൽ കുറച്ച് ബോൾഡായിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. ഇനി കാർഡിൽ ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ ഇത് വർക്കിംഗ് ആണോ എന്ന് നമ്മൾ നോക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ എൻഡിൽ പറയാം. ഇപ്പോൾ വരച്ച കോഡ് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് നമുക്ക് ആ കാർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് സ്കാൻ ചെയ്യാനുള്ളതാണെന്ന് അറിയിക്കാൻ ജസ്റ്റ് സ്കാൻ മീ എന്നും പറഞ്ഞു എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ വർക്ക് ആവുന്നെന്ന് നോക്കാം. സ്പോട്ടിഫൈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബട്ടൺ നിൽക്കുമ്പോൾ മുകളിലൊരു ക്യാമറ ഓപ്ഷൻ കാണും. കാർഡിൻ്റെ ബാർകോഡ് കാണിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ആ പാട്ട് പ്ലേ ആവുന്നതായിരിക്കും. ഇങ്ങനത്തെ കാർഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ പേര് എഴുതാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ കാർഡിലൊരു സർപ്രൈസ് എലിമെൻറ്റ് കാണുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.